തികച്ചും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം, ഐസ്, പാൽ, മോര്, നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു. ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം. VTS മിൽക്ക് പ്രൊഡക്ട്സ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. ഒരു ദിവസത്തെ വരുമാനം മുഴുവൻ റീബിൽഡ് വയനാടിനായി നീക്കിവെച്ച ചായക്കടക്കാരൻ തുവൂർ GLP സ്കൂളിന് സമീപം ചായക്കട നടത്തുന്ന പറവട്ട സുനീറാണ് തന്റെ കടയിലെ തിങ്കളാഴ്ചത്തെ മുഴുവൻ വരുമാനവും DYFIയുടെ റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്കായി മാറ്റിവെച്ചത്. കാഴ്ചയിൽ ചെറുതാണെങ്കിലും തുവൂർ ടൗണിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ചായക്കടകളിൽ ഒന്നാണ് GLP സ്കൂളിന് മുൻപിലെ പറവട്ടി സുനീറിന്റെ കട. തന്റെ പിതാവ് നാണ്യാപ്പയുടെ പാത പിന്തുടർന്നാണ് സുനീറും ഈ മേഖലയിലെത്തിയത്. വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ DYFI നടത്തുന്ന റീബിൽഡ് വയനാടിന്റെ പ്രവർത്തനത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് സുനീർ തിങ്കളാഴ്ചയിലെ വരുമാനം നൽകാൻ തീരുമാനിച്ചത്. സുനീർ വരുമാനം നൽകാൻ തയ്യാറായതോടെ കട DYFI മേഖലാ കമ്മിറ്റി പ്രവർത്തകർ ഏറ്റെടുത്തു. സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് DYFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നടക്കുന്ന റീബിൽഡ് വയനാട് എന്ന ക്യാമ്പയിന്റെ ഭാഗമായിക്കൊണ്ട് തുവൂർ മേഖലാ കമ്മിറ്റി വിവിധങ്ങളായ പദ്ധതികളിലൂടെയാണ് പണം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് തുവൂർ കമാനത്തെങ്കിൽ വർഷങ്ങളായിക്കൊണ്ട് ചായയും ചെറുകടികളും വിൽക്കുന്ന സുനീർ അദ്ദേഹത്തിന്റെ കട ഒരു ദിവസത്തേക്ക് DYFIക്ക് നടത്തുന്നതിന് വേണ്ടി വിട്ടുതരികയും ഇന്നേ ദിവസത്തെ വരുമാനവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വേതനവും ഈ ക്യാമ്പയിനിലേക്ക് തരുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല മനസ്സാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഈ മനസ്സിന് DYFI മേഖലാ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് നന്ദി അർപ്പിക്കും. റോഡിലൂടെ പോകുന്നവരെ ചായ കുടിക്കാനായി വിളിച്ചു. സതുദ്യമത്തിൽ പങ്കാളികളാകാൻ നിരവധി പേരാണ് ചായ കുടിച്ചത്. സാധാരണ ചായയ്ക്കും ഒരു എണ്ണക്കടിക്കും 20 രൂപയാണ് നിരക്കെങ്കിലും പലരും തങ്ങൾക്ക് കഴിയും പോലെ 100ഉം 200ഉം അതിനു മുകളിലും നൽകി സഹകരിച്ചു. DYFI മേഖലാ കമ്മിറ്റി സെക്രട്ടറി CP ബിബിൻ, പ്രസിഡന്റ് NK ഷബീർ അലി, അനിൽ മാമ്പുഴ, ഷറഫു തരിപ്രമുണ്ട, അമീൻ ഷാൻ, ജിഷ്ണു നീലാഞ്ചേരി, സുജീഷ് നീലാഞ്ചേരി, ആരിഫ് പറവട്ടി, അമൽ പള്ളിപ്പറമ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തുവൂർ.